Hi friends. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് എക്സാംസുകളാണ് നമുക്ക് ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ കാത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ലെവലിലൊക്കെ നമുക്ക് ഒരുപാട് എക്സാംസുകൾ നോട്ടിഫിക്കേഷൻസുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസുകൾ നേരത്തെ ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ട് ഒരുപാട് MCQ ക്വസ്റ്റ്യൻസുകളെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വരാൻ പോകുന്ന എല്ലാ എക്സാംസുകളും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSEB AE സബ് എഞ്ചിനീയർ, ഓവർസിയർ എക്സാംസുകള്, അതുപോലെ നമുക്കറിയാം RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, ഇതിന്റെ ഒക്കെ ടെക്നിക്കൽ സിലബസുകൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ഓൺലൈൻ ബാച്ച്, മിന്നൽ ബാച്ച് നമ്മൾ ഈ വരുന്ന 18 ജൂണിന് ആരംഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കാം, നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ഇനി നിങ്ങൾ വേറെ കോഴ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന PSC SSC RRB എക്സാംസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. സൈലത്തിന്റെ മിന്നൽ ബാച്ച് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 18 ജൂൺ ആണ്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഏത് സമയത്ത് നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ഇൻഫിനിറ്റ് ടൈംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി റെക്കോർഡഡ് ക്ലാസ്സുകൾ ആണെങ്കിൽ ചില സബ്ജക്റ്റുകൾ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. ആ ക്ലാസ്സുകളുടെ 1-2 ചാപ്റ്ററുകൾ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവും, ലൈവ് ഡിസ്കഷൻസുകൾ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകളും കൺഫ്യൂഷൻസുകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഫാക്കൽറ്റിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ചോദിക്കാം. ഇനി അതെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതെങ്കിലോ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിൽ നിങ്ങളുടെ മെന്റർ ഉണ്ടാവും. അപ്പൊ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് തന്നെ തമ്മിൽ ബാച്ചിലുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും എന്താണ്, വളരെ ബേസിക്സ് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പലരും കോളേജിൽ പഠിച്ച സമയത്ത് നമ്മൾ പാസ്സാവാൻ വേണ്ടി പഠിച്ചവരായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന്. അപ്പൊ ഇവിടെ അതൊന്നും അല്ല, നിങ്ങൾക്ക് വളരെ ബേസിക്സ് നമുക്ക് ഏത് ലെവലിൽ ക്ലാസ്സുകൾ തുടങ്ങിയാലാണോ നിങ്ങൾക്ക് മനസ്സിലാവുക, ആ ഒരു ലെവലിലാണ് നിങ്ങൾക്ക് എല്ലാ ഫാക്കൽറ്റീസും എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ടോപ്പ് ക്ലാസ്സുകൾ തന്നെയാണ് മിസ്, വിദ്യ മിസ്, ജലീൽ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ടോപ്പ് നോച്ച് ക്ലാസ്സുകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ബേസിക്സ് ലെവലിൽ തുടങ്ങിയിട്ട് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് KSEB സബ് എഞ്ചിനീയർ ആയിരിക്കും, നിങ്ങളോട് അതിൽ പറയും, നിങ്ങൾക്ക് കറക്റ്റ് മെറ്റീരിയൽ PDF നിങ്ങൾക്ക് തരും, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ടത്. കാരണം എന്താണ്, നമുക്ക് ബിടെക് ലെവലിൽ എക്സാംസുകൾക്കുള്ള ടോപ്പിക്കുകളും അതിലുണ്ടാവും, അത് നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കാത്തത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു എന്താണ്, ടെസ്റ്റ് സീരീസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഏതൊരു കോഴ്സും നമ്മൾ പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റും അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളെ പരിചയപ്പെടുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് എവിടെ കിട്ടുള്ളൂ, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഡൗട്ട് ക്ലിയറൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ക്ലാസിന്റെ നോട്ടുകൾ PDF ആയി നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മളൊരു കുട്ടിയെ റെഡി ആക്കി എടുക്കേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓൺലൈൻ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരൊറ്റ ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്സാംസുകളും RRB JEE SSC ജൂനിയർ എഞ്ചിനീയർ, നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, സബ് എഞ്ചിനീയർ, പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഓവർസിയർ എക്സാംസുകളും ഇലക്ട്രിക്കലിൽ വിളിക്കുന്നതാണ്. ഇതിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ നേരത്തെ ആരംഭിക്കാം. അതല്ല എക്സാമിന്റെ ഡേറ്റ് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി നല്ലതല്ല. PSC എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ജൂൺ 18-നാണ് നമ്മൾ മിന്നൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള. നിങ്ങൾക്ക് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ അല്ലെങ്കിൽ ടിൽ എക്സാം വരെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിന്റെ ഫീസ് വരുന്നത് 12,999 ആണ്. 12,999 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9995100800. അപ്പൊ ഈ ഒരു ഫീസിൽ ഇത്രയും എക്സാംസുകൾക്ക് നിങ്ങൾക്ക് 1 ഇയർ അല്ലെങ്കിൽ ടിൽ എക്സാം വരെ കംപ്ലീറ്റ് സിലബസുകൾ പഠിച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് എക്സാംസുകൾ എഴുതി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്
നമുക്ക് ഇതുവരെയും അവൈലബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും നേരത്തെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക, എന്ന് എന്ത് ചെയ്യുക, വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.